അഞ്ചാമത്തെ തളം മരത്തിൻ്റെ അവിടെ ഒരു മെയിലാണ്. ഞാൻ ഫോട്ടോ ഫോർവേഡ് ചെയ്യാം. അപ്പോൾ അത് മെമ്പറിനെ വിളിച്ച് പറയണം. ഞാൻ പ്രസിഡൻറ്റിനും DFOയ്ക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഓക്കെ. കൃഷി മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, കൃഷിക്കാർ. അത് നമ്മൾ പൊതുവെ പറയുന്നില്ല. അതിൻ്റെ ഫീൽ അറിയണമെങ്കിൽ അവരുടെ അടുത്ത് പോകണം, അവരുടെ വിഷമങ്ങൾ കാണും. അവരുടെ വിഷമവും അവരുടെ ദുഃഖങ്ങളും അവരെ കടക്കണിയിലാക്കുന്നതും അവരെ ആത്മഹത്യ ചെയ്യുന്നതും അതൊന്നും ഇവിടെ റിപ്പോർട്ടിലൊന്നും വരാറില്ല. പന്നി ശല്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പന്നിയുടെ ഉപദ്രവം കൊണ്ടാണ് ഞാൻ മറ്റുള്ള കൃഷികളെല്ലാം മാറ്റിവെച്ചത്. ഞാൻ മാത്രമല്ല, ഈ പ്രദേശത്ത് ഒരിടത്തും ചെറു കൃഷികൾ ചെയ്യാൻ ഒക്കത്തില്ല. വാഴയായിരുന്നാലും മരത്തിനായിരുന്നാലും ചേമ്പായിരുന്നാലും എന്ത് നട്ടാലും പന്നി ഒന്ന് കുത്തി നശിപ്പിച്ച് കളയും. നമ്മൾ എത്രയെങ്കിലും രൂപ എനിക്ക് ഞാൻ തന്നെ 50,000 രൂപ ലോൺ എടുത്ത് ഞാൻ വാഴ നട്ടു. എനിക്കതിൽ 14,000 രൂപയുടെ കൊലവിലും കിട്ടിയിട്ടില്ല. പ്ലാവും പന്നി നശിപ്പിച്ചതാണ്. പന്നികൾ രാത്രിയൊക്കെ ഒന്നും ഉണ്ടാണ്ട് ഒരിടത്തൊന്നും ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. എല്ലാം ആന വിളയിൽ ഒരിടത്ത് ഇറങ്ങിയിട്ടില്ല. സൈഡിൽ കൂടെ ഒക്കെ പോകണം. സെറ്റിൽമെന്റിലും വനത്തിലുമുള്ള പന്നി ജണ്ടയ്ക്ക് അപ്പുറത്ത് പതുവസ്തുവിൽ ഇറങ്ങിയാൽ വെടിവെക്കാം. പക്ഷേ പുറത്ത് സെറ്റിൽമെന്റിനകത്ത് തന്നെ വെടിവെക്കാനാവില്ല. വനാവകാശ നിയമം അംഗീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നാട്ടിൻപുറത്തെ പന്നിശല്യം കൂടുതലാണെങ്കിലും പക്ഷേ ഞങ്ങളുടെ പുരയിടങ്ങളിൽ, ആദിവാസി മേഖല പുരയിടങ്ങളിൽ പന്നിശല്യം ഉണ്ടായാൽ അതിനെ വെടിവെക്കാനോ അതിനെ കൊല്ലാനോ യാതൊരു അധികാരവും വനം വകുപ്പ് നിയമത്തിൽ പറയുന്നില്ല. ട്രൈബൽ സെറ്റിൽമെൻറ്റുകളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വനഭൂമിയാണ്. അപ്പോൾ ഈ ഉത്തരവ് നമുക്ക് വനഭൂമിയിൽ നടപ്പാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആദിവാസി ഭൂമിയിൽ വെച്ച് നമുക്ക് കാട്ടുപന്നിയെ വെടിവെക്കാൻ നിർവാഹമില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ആദിവാസി ഭൂമിയിൽ ഇറങ്ങി വരുന്ന കാട്ടുപന്നി എന്ന് പറയുന്നത് വനത്തിനോട് ചേർന്ന് ഉള്ള കാട്ടുപന്നികളായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ വെടിവെക്കുന്ന അത്ര ശരിയായ ഒരു നടപടിയുമല്ല. അത് ലഘൂകരിക്കുന്നതിന് നമ്മൾ പല പദ്ധതികളും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ നിലവിലുണ്ടെങ്കിൽ പോലും അത് നമുക്ക് കുറ്റമറ്റ രീതിയിൽ മനുഷ്യ വന്യജീവി സംഘർഷം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല. ഹിരണ്യകശിപുവിനെ കൊല്ലാൻ നരസിംഹ അവതാരം എടുത്തതിൻ്റെ അവസ്ഥ പോലെയാണ് ഇപ്പോൾ നമ്മളെ അവസ്ഥ. നമുക്ക് അവതാരം ഒന്നും എടുക്കാനുള്ള ത്രാണിയൊന്നുമില്ല. പക്ഷേ തറയിൽ വെച്ചാൽ ആഫ്രിക്കൻ വെച്ച് പന്നി, കേഴ ഇതേപോലുള്ള സാധനം കൊണ്ടുപോകും. ഉയരെ വെച്ച് കഴിഞ്ഞാൽ കൈയെത്തുന്നത് ആനയും കൊണ്ടുപോകും. ബാക്കിയുള്ളത് മലയെണ്ണ, കുരങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങൾ. അത് മനോൻ്റെ ഒക്കെ അവിടെ കുറേ മരിച്ചിന് കിടക്കുന്നത് തന്നെ സോളാർ ഇട്ടത് കൊണ്ടാണ്. കെട്ടിപ്പിടിച്ച് കിടക്കും പോലെ കിടന്നാൽ കിട്ടും. സോളാർ നമുക്ക് പൂർണ്ണമായി അതിനോട് എനിക്കൊരു യോജിപ്പില്ല. കാരണം ഈ സോളാർ പാനൽ ഏതെങ്കിലും ഒരു മരം വീണിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലോ അതൊരു ബ്ലോക്ക് ആയാൽ പിന്നെ ഈ മൃഗങ്ങൾക്കകത്ത് കയറാൻ പറ്റും. അത് നമ്മൾ ചിലവാക്കുന്ന പൈസ കംപ്ലീറ്റ് നഷ്ടമായി പോകുള്ളൂ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. തകിടിന് ശേഷം പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന നിലയിൽ ഏതാണ്ട് ഒരു 3 ഏക്കർ കൃഷി സ്ഥലമുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും സോളാർ ഫെൻസിങ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തു. അപ്പോൾ സോളാർ ഫെൻസിങ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എവിടെയെങ്കിലും എന്തെങ്കിലും എർത്തായി പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ സ്ഥലത്തൂടെ ഇത് കയറി ആക്രമണം ഉണ്ടാകുന്നു. അത് സോളാറിനെ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലൈസൻസിലേക്ക് തന്നെ പോയത്. എല്ലാ കർഷകർക്കും സോളാർ ഫെൻസിങ് ചെയ്യാൻ പറ്റത്തില്ല. കൂലിവേല ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അവർക്ക് 50 സെൻറ്റ് കാണും, 10 സെൻറ്റ് കാണും, 2 ഏക്കർ കാണും, കുടുംബപരമായി കിട്ടിയ വസ്തു കാണും. അങ്ങനെ പല രീതിയിലുള്ള പാട്ടത്തിനെടുത്ത വസ്തു കാണും. ഈ കർഷകരെന്ന് പറഞ്ഞാൽ എല്ലാവരെയും സാമ്പത്തികമായി എല്ലാവർക്കും ഒന്നുപോലെ കാണണമെന്നില്ല. വനത്തിൽ നിന്ന് വളരെയേറെ 10, 30, 40 കിലോമീറ്റർ അകലെ ഉള്ള ഈ റബ്ബർ തോട്ടങ്ങളിലും അതുപോലുള്ള കൃഷി ചെയ്യാതെ ഇട്ടേക്കുന്ന പ്രദേശങ്ങളിലുമൊക്കെയാണ് കാട്ടുപന്നികൾ വല്ലാതെ എണ്ണം കൂടുന്നത്. അവിടെ നമുക്കൊരു സോളാർ ഫെൻസിങ്ങോ അങ്ങനെയുള്ളൊരു സിസ്റ്റം ഒന്നും നമുക്ക് പ്രായോഗികമല്ല. പക്ഷേ കൃഷി ചെയ്യുന്ന കർഷകരുടെ വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് കർഷകരുടെ ആവശ്യം പരിഗണിച്ച് സംസ്ഥാന സർക്കാർ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കാട്ടുപന്നികളെ വെർമിൻ അഥവാ ക്ഷുദ്രജീവിയായി ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. പക്ഷേ അത് നാളിതുവരെ ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവയെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചു. 2020-21 കാലയളവിൽ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ എംപാനൽ ചെയ്ത ഷൂട്ടർമാരുടെ സഹായത്തോടെയും അതുപോലെ തന്നെ വൈദഗ്ധ്യമുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാർ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സേവനം ഉപയോഗിച്ചുകൊണ്ട് വളരെയേറെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. എന്നാണ്. ഞാൻ അഡ്വക്കേറ്റ് ആയിരുന്നു. നെടുമങ്ങാട് ഭാഗത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞാൻ
ടി ജേക്കബ് ആൻഡ് കമ്പനിയിലെ ആംസ് ഡീലറാണ്, മാനേജിങ് പാർട്ട്ണറാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ആർമറി ഷോപ്പാണ്. തോക്കുമായി കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാനൊരു സ്പോർട്സ് ഷൂട്ടറാണ്, കോട്ടയം ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷനിലെ ഷൂട്ടറാണ്, കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്ന ഒരു രജിസ്റ്റേർഡ് ഷൂട്ടറാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷനിൽ ലൈഫ് ടൈം മെമ്പറാണ്. 2020 ഈ കൃഷിനാശവും അതുകൊണ്ടുണ്ടാകുന്ന കർഷകരുടെ ആത്മഹത്യ, മനുഷ്യരുടെ ജീവന് ഭീഷണിയാവുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ സർക്കാർ തന്നെ ഒരു നിയമം പാസ്സാക്കി കൃഷിയിടങ്ങളിൽ കൃഷിനാശം വഹിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു. ആദ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്, അതായത് ഫോറസ്റ്റിലെ ഓരോ റേഞ്ച് ഓഫീസിൽ, സെക്ഷൻ ഓഫീസേഴ്സിൽ അവർക്ക് ഉപദ്രവമുള്ള സ്ഥലങ്ങൾ അവർ നോട്ട് ചെയ്തിട്ട് ഞങ്ങളെ അറിയിക്കും. UHF എന്ന് പറഞ്ഞ ഹാൻഡി റേഡിയോസും ഉണ്ട്. ഞാൻ ഒരു ഹാം റേഡിയോ ഓപ്പറേറ്റർ കൂടാണ്. അപ്പം ഈ UHF-ന്റെ വോട്ട് കുറഞ്ഞ് ലൈസൻസ് ഫ്രീ ആയിട്ടുള്ള ഹാൻഡീസ് ഉണ്ട്, അത് സിവിലിയൻസിന് ഉപയോഗിക്കാം. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ സ്ഥിരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. അപ്പം അവരും ഞങ്ങളെ കൂടെ വരും. അവർ ബാക്കിലൊരു വണ്ടിയിലായിരിക്കും. ഞങ്ങൾക്കൊരു കംഫർട്ട് സോൺ വേണമെങ്കിൽ നമ്മൾ നമ്മുടെ വെഹിക്കിൾ തന്നെ ഉപയോഗിക്കും. മിക്കവാറും നൈറ്റ് വരുമ്പോൾ വൈഫായിരിക്കും വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ സൈഡിലിരിക്കും, സൈഡിലിരുന്ന് ഇത് നിരീക്ഷിക്കും. അപ്പം മാഗ്നറ്റിക് മൗണ്ട് ലൈറ്റൊക്കെ ഞാൻ അത് ഡിസൈൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇതുണ്ടാകുക. അപ്പം ആദ്യമൊക്കെ കാട്ടുപന്നികളെ ഈ മെയിലിനെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ പോകുമായിരുന്നു. പോയ 1 മുതൽ 1, 2, 4 എണ്ണം കിട്ടിയ ദിവസമുണ്ട്, 6 എണ്ണം കിട്ടിയ ദിവസമുണ്ട്. ഏറ്റവും ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ 13 എണ്ണം ഒരു ദിവസം കിട്ടിയതുണ്ട്. പിന്നെ കിട്ടാതെ പോയി ഇഷ്ടം പോലെയുണ്ട്. ഇത് ഒരു റിവാർഡെന്ന് പറയുന്നത് റിവാർഡായിട്ട് 1000 രൂപയാണ് അവർ ഓഫർ ചെയ്തിരുന്നത്. പിന്നീട് ആയപ്പോൾ ഫോറസ്റ്റ് വിട്ടു. അത് പിന്നെ ഇപ്പം പഞ്ചായത്തിൻ്റെ കീഴിലായി, അതാത് പഞ്ചായത്തിൻ്റെ കീഴിലായി ചെയ്യും. കോഴി ഫാം ഉള്ളതുകൊണ്ട് അതിൽ ചാകുന്ന കോഴികളെ കൊണ്ടുവന്ന് അവർ വരുന്ന ഭാഗത്തിട്ടുന്ന അത് കഴിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ പിറ്റേ ദിവസം ശല്യമില്ല. അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും വന്ന് ഈ കോഴിയില്ലെങ്കിൽ തിന്നാൻ കഴിക്കാനൊന്നുമില്ലെങ്കിൽ പിറ്റേന്ന് മൊത്തം നശിപ്പിക്കും. ഞാനിപ്പം റെക്കോർഡിങ്ങിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് എനിക്ക് തോന്നുന്നു 500 above പോയിട്ടുണ്ടാകണം. അത് കൺഫേംഡ് ആണ്. അപ്പോൾ ഈ കൺഫേം അല്ലാതെ വെടിയും കൊണ്ട് പോകുന്നത് അത് പക്ഷെ നമുക്ക് കാണിക്കാതെ നമുക്ക് അത് കണക്കി കൊള്ളിക്കാൻ പറ്റത്തില്ല. പലതും പോയി മിസ്സാവുന്നുണ്ട്. ചിലത് കുറ്റിക്കാട്ടിൽ കയറിപ്പോവും. കാട്ടിലോട്ട് തന്നെ ഈ പല റബ്ബർ മരങ്ങളും മറ്റേ എസ്റ്റേറ്റുകളും കാടായിട്ടുണ്ട്. അവിടെ പോയി കിടന്ന് ഡീക്ക് ചെയ്ത് അതൊക്കെ പോകും. ചിലപ്പോൾ ആൾക്കാരുടെ കിട്ടാം, അവർ ചിലപ്പം ആളറിയാതെ മീറ്റാക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ കോൺസിക്വൻസ് ഒന്നും ഇവർ ചിന്തിക്കുന്നില്ല. അവർ വന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അഡ്വക്കേറ്റാണ്. അപ്പം അവിടുത്തെ നാട്ടുകാരും എല്ലാവരും ഫ്രണ്ട്സ് സർക്കിളിലും ഒക്കെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കും. ഞാൻ നിഷ്പ്രയാസം പറഞ്ഞു തള്ളും. കാര്യം ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് ഞാനൊരു ഫോറസ്റ്റ് കോടതിയിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. ഇതെന്താണെന്ന് നമുക്കറിയാം.
ആദ്യത്തെ പന്നിയെ ഞങ്ങൾ വെടിവെക്കുന്നത് 14 ദിവസം എടുത്തിട്ടാണ്. ആദ്യമായി കൺമുന്നിൽ വന്ന് നിന്നാലും ഒരു ജീവനുള്ള ഒരു മൃഗമാണ്. അവൻ എന്ത് അറ്റാക്ക് ചെയ്യാം, അവൻ നേർക്ക് വരാം. വെടികൊണ്ട പന്നി എന്ന് ഈ പറയുന്ന ഫ്രേസ് തന്നെ അത് മാസീവായിട്ട് നമ്മളെ ഉപദ്രവിച്ചു കളയും. കടിക്കും, ഇടിക്കും, പോകുന്ന വഴി അവൻ മൊത്തം നശിപ്പിച്ചിരിക്കും. അതിൽ വേറെ ഒരു കോംപ്രമൈസും ഇല്ല. ഇപ്പോൾ ഈ ഓടിപ്പോയ പന്നി തൊട്ട് ആ വെടികൊണ്ട സ്ഥലത്തിൽ തന്നെ വളരെ അടുത്ത് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെ വന്ന ആൾക്കാർ ഇങ്ങനെ വിരട്ടുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ചെറിയ തൊട്ട് വരികയൊക്കെ മീൻസ് നാട്ടുകാർക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ അതിങ്ങനെ ബിഹേവ് ചെയ്യായിരുന്നു. അങ്ങനെ ആണ് ഞാൻ രാവിലെ പോകുന്നത്. പോയിട്ട് 3ാമത്തെ വെടി വെക്കുന്നത് ശരിക്കും എൻ്റെ മുതുകിലാണ് കൊണ്ടത്. മുതുകിൽ കൊണ്ട് ഇത് തൊട്ടപ്പുറത്തെ കാട് പിടിച്ച് കിടക്കായിരുന്നു. ആ കാട്ടിൻ്റെ ഇടയിലോട്ട് മാറി. ഞാൻ കരുതിയത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ചെന്നതാണ് അടുത്തത്. സേഫ്റ്റി ഓൺ ചെയ്യാൻ തോക്കിൻ്റെ സേഫ്റ്റി ഓൺ ചെയ്യുന്ന സമയം കിട്ടിയില്ല. അതിന് മുമ്പ് അത് തിരിച്ചു ആക്രമിക്കാനായിട്ട് തിരിച്ചു വന്ന് ചാടി മാറിയ വഴിയിലാണ് കൈകുത്തി വീണു, കൈപൊട്ടലായി. ശരിക്കും എന്ത് സംഭവിക്കായിരുന്നു. പിന്നെ ഈ പൊട്ടിയ കൈ വെച്ചുകൊണ്ട് തന്നെ, കാരണം അത് പിന്നെ ആക്രമിക്കും. കാരണം അത് ഒരു തവണ ആക്രമിച്ചിട്ട് അത് മിസ്സായാലും അത് വീണ്ടും കറങ്ങി വീണ്ടും വരും. പിന്നെ നമ്മൾ ഈ ഒടിഞ്ഞ കൈ വെച്ച് തന്നെ അതിനെ കൊല്ലേണ്ടി വന്നു. കൊല്ലാതെ അല്ലെങ്കിൽ നാട്ടുകാരെ ആക്രമിക്കും. അതാണ് പന്നിയുടെ അവസ്ഥ. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കല്ലറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവിൻ പ്രകാരം ഇന്ന് രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെ കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനായി ഷൂട്ടർമാരുടെ സേവനം ഈ പഞ്ചായത്തിലെ 1 മുതൽ 5 വരെയുള്ള വാർഡുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ഈ സ്ട്രേ ഡോഗ്സിനെ പോലെ ഇവർ അറ്റാക്ക് ചെയ്യും. ഇവരെ ടെറിട്ടറിയിൽ നമ്മൾ പോയാൽ അറ്റാക്ക് ചെയ്യും. എന്നെ നേരത്തെ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പം മുഖാമുഖം മരണം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഭയം തോന്നില്ല. നമ്മളൊരു ലോഡഡ് വെപ്പണുമായി ഒരു സൈഡ് ആം പിസ്റ്റളോ റിവോൾവറോ നമുക്ക് കാണാം. അത് പിന്നീട് വീട്ടിൽ വന്നിരുന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ടെൻഷൻ ആവുന്നത്. ഇവിടെ പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ രാവിലെ ടാപ്പിങ്ങിന് വെളുപ്പിനെ പോകുന്ന ആളുകളെ ഉപദ്രവിക്കുക, വെളുപ്പിനെ പള്ളിയിൽ പോകുന്ന പിന്നെ വിശ്വാസികളെ ആരാധനയ്ക്ക് പോകുന്നവരെ ഉപദ്രവിക്കുക, രാവിലെ മറ്റ് ഉപജീവനങ്ങൾക്ക് വേണ്ടി പോകുന്ന ആളുകളെ നടു റോഡിൽ വെച്ച്, പബ്ലിക് റോഡ് PWD റോഡിൽ വെച്ച് ബൈക്കിന് കുറുകെ നിന്നും അല്ലാതെയും ഉപദ്രവിക്കുക. ഈ അടുത്ത കാലത്തൊരു പന്നി 12 ആളുകളെയാണ് തോട്ടുംപുറത്ത് 12ാം വാർഡിൽ പുളിക്കരക്കുന്ന് വാർഡിലെ തോട്ടുംപുറത്ത് പ്രദേശത്ത് ഉപദ്രവിച്ചു. 75 വയസ്സായ ഒരു വൃദ്ധൻ തൻ്റെ ആടുകൾക്ക് തീറ്റ കൊടുക്കുന്നതിന് വേണ്ടി തീറ്റ ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങിയ രാവിലെ 7:30 മണിക്ക് അദ്ദേഹത്തിനെ കുത്തിക്കീറി നാശമാക്കി. ഞാൻ തെങ്ങിലിങ്ങനെ പിടിച്ചിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ഞാൻ കണ്ടില്ല ഇത് കിടക്കണത്. അപ്പോൾ ഇതിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ മറുവശം കിടന്നങ്ങ് പോവുകയാണ് ചെയ്തത്. എന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നതാ എങ്ങനെയാണെന്ന് അറിയില്ല. ആ തെങ്ങിൻ്റെ കുട്ടിയിൽ നിന്ന് അത് എഴിച്ച് നേരെ ഞാൻ കണ്ടെങ്കിൽ ഞാൻ മാറിക്കളഞ്ഞായിരുന്നു. നേരെ വന്ന് പോറേറ്റൊക്കെ പോവുകയും ചെയ്തു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. രാവിലെ ഒരു 8-8:30 മണിയേ ഉള്ളൂ. ഇത് ചൂര പൊളന്ന് പൊളന്നെടുത്തോണ്ട് ഇത് കണ്ടാന്ന് പറഞ്ഞു വന്ന് അത് ഞാൻ അങ്ങോട്ടോ കസേരയിൽ നിന്ന് ഇതുപോലെ എഴുത്ത് നോക്കിയപ്പോഴത്തേക്ക് പൊളന്ന് കൊണ്ടുവന്ന് ഞാൻ അത് കണ്ട് അന്തം വിട്ട് കസേര ഇരുന്ന് ഞാൻ അങ്ങ് മറിഞ്ഞ് നിന്ന്. അപ്പോൾ മോള് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നും വിളിച്ച് തിരക്കും വിവരങ്ങളൊക്കെ ഇവിടുത്തെ. അപ്പം വന്നത് ഇഷ കഴിഞ്ഞ് രാത്രി 9 മണി കഴിഞ്ഞാണ് കൊണ്ടുവരണത്. തറട്ടയിൽ പോയി അവിടെ ചെന്ന് ഇത് കുത്തി കെട്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ഇതിൻ്റെ വിഷത്തിൻ്റെ ആ ഇഞ്ചക്ഷൻ എടുക്കാൻ അവിടെ ഗശാഫ്സരത്ത് പോയി. പിന്നെ ജനലാശുപത്രിയിൽ മാത്രമേ മരുന്നുള്ളൂ. അങ്ങനെ ജനലാശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ ആൾ വീട്ടിലുണ്ട്. അത് കഴിഞ്ഞും പള്ളി ഒരു തോട്ടുംപുറം പള്ളിയുടെ സൈഡാണ്. അപ്പോൾ പള്ളിയിൽ വന്ന കൊച്ചുങ്ങളുണ്ട്. ഈ കൊച്ചുങ്ങളെ ഓടിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ ഷൂട്ടറെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കൗശിക് സാറ് പറഞ്ഞ് പകലാണ് എളുപ്പം, സ്ഥലം നോക്കി വെക്കാൻ പറഞ്ഞ്. അപ്പോഴവിടെയുള്ള നാട്ടുകാരെല്ലാം ഈ സ്ഥലം ഇത് കിടന്ന സ്ഥലമൊക്കെ നോക്കി വെച്ച് കറക്റ്റ് സമയത്ത് തന്നെ കൗശിക് സാറ് വന്ന് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 8 വയസ്സ് പ്രായവും 200 കിലോയ്ക്ക് അടുപ്പിച്ച് തൂക്കവും ഉള്ള ഒരു പന്നിയാണ് കൊന്നത്. ചീരയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വളം എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. അപ്പോഴാണ് പന്നി ഓടി വന്ന് വണ്ടി ആളിനെയും കൂടെ ഇടിച്ചിട്ടത്. ഇപ്പോൾ ഒരു കൃഷിയുമില്ല. ചേട്ടൻ മരിച്ചതോടെ കൃഷിയൊക്കെ നിർത്തി. നമ്മളെ കൊണ്ട് പറ്റൂല. എൻ്റെ അഭിപ്രായം കൊല്ലണമെന്ന് ഞാൻ. ഒരു മനുഷ്യൻ്റെ ജീവൻ പോയില്ല. ഇത്രയും 47 വരെ ജീവൻ പോയി. പിന്നെ അതിനേക്കാളും വലുതാണ് ഒരു പന്നി. എത്രയും വീട്ടിൽ നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ എല്ലാവരും. അവരെ വീട്ടിൽ നിന്ന് എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ വീട്ടിൽ ഇപ്പം കുറച്ച് പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒന്നും ആവില്ല. ആളുണ്ടെങ്കിലേ എല്ലാ കാര്യവും നടക്കുകയുള്ളൂ. നമ്മളവിടെ നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസം അത്രമേൽ നമുക്കറിയാം. അതുപോലെ തന്നെ എല്ലാവർക്കും. പന്നിയെ കൊണ്ട് എന്തിനാണ് ഫലം? പന്നിയെ കൊല്ലണതാണ് നല്ലത്.
ഈ തരത്തിലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും എത്തിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ അതിന് അപകടങ്ങളായിട്ട് കണക്കാക്കേണ്ടി വരും. പക്ഷേ ഈ തരത്തിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുമ്പോൾ പന്നി കാരണമൊക്കെ ആണെങ്കിൽ അതിനെ വലുതായിട്ട് പൊലിപ്പിച്ച് കാണിക്കുന്നുണ്ട് പലയിടത്തും. അല്ലാതെയും ധാരാളം ആക്സിഡൻസ് ഉണ്ടാവാറുണ്ട്, പല പല കാരണങ്ങളും ഉണ്ട്. പക്ഷേ പന്നി മൂലം അത് സംഭവിക്കുമ്പോൾ നമ്മളതിനെ ഒരു കൂട്ടരുടെ അനാസ്ഥയാണ് എന്നൊക്കെ കാണിക്കാനായിട്ട് എപ്പോഴും ഒരു മീഡിയ കവറേജും അതിന് കിട്ടാറുണ്ട്. ഇത് പലപ്പോഴും നാട്ടിൻപുറത്ത് ഈ പന്നിയുടെ ബിഹേവിയർ മാറുന്നതുകൊണ്ടാണ്. കാരണം ഇതിനെ വല്ലാണ്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക, അല്ല മനുഷ്യനെ വലിയ പേടിയുണ്ട് ഇതിന് പലയിടത്തും. പാതി പരിക്ക് പറ്റിയ പന്നികൾ ഇഷ്ടമുണ്ട്. പന്നിപ്പടക്കം വെക്കാറുണ്ട് പലയിടത്തും. അത്തരം പന്നിപ്പടക്കങ്ങൾ പൊട്ടി പരിക്ക് പറ്റിയ പന്നികളുണ്ട്. അതുപോലെ തന്നെ വെടികൊണ്ട പന്നികളുണ്ട്, അല്ലെങ്കിൽ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ട പന്നികളുണ്ട്. അത്തരം പന്നികളൊക്കെ അക്രമകാരികളാവാൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ സർവൈവലാണ് പ്രശ്നം. അപ്പോൾ മുമ്പിലുള്ള എല്ലാത്തിനെയും തട്ടിമറിച്ചുകൊണ്ട് ഓടുക എന്നുള്ളതാണ് പന്നിയുടെ പൊതുവെയുള്ള സ്വഭാവം. എന്ന് മാത്രമല്ല, പന്നി ഈ തട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ അത് മാരകമായിട്ടുള്ള പരിക്ക് പറ്റും. കാരണം അതിൻ്റെ കഴുത്ത് അതിശക്തമാണ്. കാരണം ആ വലിയ തേറ്റ കൊണ്ട് മണ്ണ് ഉഴുത് മാറ്റിയാണ് അതിൻ്റെ ആഹാര സമ്പാദനം. അതുകൊണ്ട് തന്നെ കഴുത്ത് എന്ന് പറയുന്നത് വളരെ വളരെ ശക്തിയേറിയ ഒരു അവയവമാണ് അതിൻ്റെ. കാട്ടുപന്നികളെ മെയിനായിട്ടും ഒന്നെങ്കിൽ കഴുത്ത് അല്ലെങ്കിൽ കൈപ്പൂട്ട്, അവിടെ അടിച്ചാലേ വിടത്തു, അടി കൊണ്ടാലേ വിടും. ഇതൊരു മൂവിങ് ടാർഗറ്റാണ്. ഈ കാട്ടുപന്നിയെ വെടിവെക്കാൻ നമുക്ക് എൻ്റെ കാഴ്ചപ്പാട് നമ്മൾ പല ടൈപ്പ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. റൈഫിൾ ഉപയോഗിക്കും, നമ്മൾ ഷോട്ട് ഗൺ ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നെങ്കിലും ഒരു കാട്ടുപന്നിയെ നമ്മളിപ്പോൾ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ ഒരു കാൽക്കുലേഷനിൽ 3 സെക്കൻഡാണ്. അപ്പോൾ അവരെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം റൈഫിളിൽ അല്ലെങ്കിൽ ഷോട്ട് ഗണ്ണിൽ നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് മറ്റേ പച്ച ലൈറ്റാണ് ഉപയോഗിക്കുന്നത്, പച്ച അല്ലെങ്കിൽ ചുവപ്പ്. ഇവർക്ക് കളർ സെൻസ് ഇല്ല, ഇവരെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനാണ് വൈൽഡ് പോകുന്നത്. അപ്പോൾ അത് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. പക്ഷേ വെള്ള ലൈറ്റ് ഭയങ്കര ഇറിറ്റേഷനാണ്, വെള്ള ലൈറ്റ്. അപ്പം ഇതിനെ വെടിവെക്കുന്നതിന് മുന്നേ നമ്മൾ ചുറ്റുവട്ടം നോക്കണം. ഈ കാട്ടുപന്നിയെ നമ്മൾ വെടിവെക്കുമ്പോൾ എൻട്രിയും ഉണ്ടാവും, എക്സിറ്റും ഉണ്ടാവും. അപ്പം എപ്പോഴും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു വീടായിരിക്കും. വീടാണെങ്കിൽ വെടിവെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പന്നികളെ വെടിവെക്കാൻ പറ്റാതെ വിട്ടിട്ടുണ്ട്. റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ ഓർഡറിൻ്റെ ബാക്കിൽ തന്നെ ഇതിനോട് സ്വത്തിനോ മറ്റൊരാളുടെ സ്വത്തിനോ ജീവനോ ഭീഷണിയോ ഉണ്ടായാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം വെടിവെക്കുന്ന ആൾ തന്നെ ആയിരിക്കും. അപ്പം ഞാനിങ്ങനെ പല പ്രാവശ്യം പോയി ഫയർ ചെയ്തിട്ട് വരുമ്പോഴും വന്ന് വീട്ടിൽ കിടക്കുമ്പോഴും മനസ്സിലൊരു അസ്വസ്ഥത തോന്നിയാൽ വീണ്ടും ഞാൻ ഈ 2 മണി 3 മണിക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മുടെ ഭാഷയിൽ നമ്മളതിനെ തൂക്കുവെടി എന്ന് പറയും. പഴയ ആൾക്കാരുടെ സ്ലാങ്ങാണ് തൂക്കുവെടി എന്ന് വെച്ചാൽ. വെടി എപ്പോഴും നമ്മൾ പാരലിൽ വെക്കാതെ എപ്പോഴും ഇങ്ങനെ നമ്മൾ താഴെ നിൽക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പം ഈ അടി എൻ്റർ ചെയ്ത് എക്സിറ്റ് വൂണ്ട് വന്ന് മണ്ണിലായിരിക്കണം കൊള്ളേണ്ടത്. ഈ നേരെ അടിക്കുമ്പോഴത്തേക്ക് ഈ ഒരു വിഷയമുണ്ട്. അതായത് ഇപ്പം റൈഫിളിലാണെങ്കിൽ 2 കിലോമീറ്റർ വരെ കാട്രിജ് പോകും, 2 കിലോമീറ്റർ വരെ. അപ്പം പേടിയാണ്, നല്ല ഭയമാണ്. ചില സമയത്തൊക്കെ ഞാൻ ആലോചിക്കും, പക്ഷെ സാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. കാരണം എന്ന് വെച്ചാൽ ഒരു കൂട്ടമൊക്കെ ആയിരിക്കും വന്ന് നിൽക്കണത്. നമ്മൾ തോക്കൊക്കെ എടുത്ത് ഉന്നം പിടിച്ച് വരുമ്പോൾ അത് പന്നി എന്നിട്ട് വീട്ടിൽ. ഇപ്പോൾ 48A അനുച്ഛേദ പ്രകാരം എല്ലാ ജീവിവർഗങ്ങളെയും കാടിനെയും പുഴയെയും ഒക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനാണ്. 51AG ഭരണഘടനയുടെ അനുച്ഛേദം പറയുന്നത് എല്ലാ പൗരന്മാരും, ഭാരതീയ പൗരന്മാരും
ജീവിവർഗങ്ങളോട് അനുതാപത്തോടെ വേണം ഇടപെടാൻ. കമ്പാഷനേറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ലോകത്തിലെ വേറെ ഏതെങ്കിലും ഭരണഘടനയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ നടുവിലുള്ള ഒരു വഴി എന്താണ്? അതാണ് ഇപ്പോൾ തീർത്തും കൃഷിക്ക് നാശം വരുത്തുന്ന ഈ പന്നിയെ പോലെയുള്ള പ്രശ്നങ്ങൾ ഒരിടത്തുണ്ടെങ്കിൽ അവിടെ മനുഷ്യർക്ക് ഒരു പരിധിവരെ ഇടപെടാം. അതൊരു പരിധിവരെ മാത്രമേ കൺട്രോൾ പറ്റുള്ളൂ. ഒരു ടോട്ടൽ എലിമിനേഷൻ എന്നുള്ളത് ഒരിക്കലും എവിടെയും പറയുന്നില്ല. അത്തരം സ്ഥലങ്ങളിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുക എന്നുള്ളതും ഒരു ഭരണകൂടത്തിൻ്റെ കടമയാണ്. ഈ പന്നികളുടെ ബിഹേവിയറിൽ കൂടി മാറ്റം വരുന്ന വിധത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയർ പാറ്റേൺ അനുസരിച്ച് നമുക്ക് കൃഷിക്ക് മാറ്റം വരുത്താനോ ഒക്കെ പറ്റും മനുഷ്യന്. അപ്പോൾ ആ തരത്തിലുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യുന്നതിലാണ് ഈ കമ്പാഷൻ കാണിക്കേണ്ടത്. അപ്പോൾ അത് എവിടെയാണ് ആ കോംപ്രമൈസ് വേണ്ടത്, എവിടം വരെ ആവാം, എവിടെയാണ് അതിർത്തി രേഖ എന്നൊക്കെ നിർണ്ണയിക്കുമ്പോൾ ഈ പറഞ്ഞ കമ്പാഷനും ഇതിനൊക്കെ നിലനിർത്തേണ്ട ആവശ്യകതയും ഈ എക്കോസിസ്റ്റത്തിൽ ആവാസ വ്യവസ്ഥയിൽ അതിൻ്റെ പ്രാധാന്യവും അതിനെ മൊത്തമായിട്ട് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ചിന്തിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് വേണ്ടത്. ഇവിടെ ഒരു വലിയൊരു ശത്രുവായിട്ട് മാർക്ക് ചെയ്യരുത്. ആദ്യമായി വെടി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ആനിയും മുഹമ്മദുമാണ് ആദ്യത്തെ ബാച്ചിൽ വെടി വയ്ക്കുന്നത്. വെടി വെച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇത് വെടി കൊണ്ട് ഓടുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ അതിൻ്റെ പുറകെ പോവുകയും ഫയർ ചെയ്തതിന് ശേഷം അത് അവിടെ കിടന്ന് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെ ജീവൻ പോകുന്നതല്ലേ. അപ്പം ഞങ്ങൾ പിന്നീട് രണ്ടാമത് പോയി ഒരു മേഴ്സി ഷോട്ട് കൊടുക്കുന്നുണ്ട്, മേഴ്സി കില്ലിങ് നടത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പന്നിയെ കൊല്ലാനുള്ളൊരു ഓർഡറാക്കി തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 5-6 പന്നി ഞങ്ങൾ വെടിവെച്ച് കൊന്നു. 5-6 പന്നിയെ ചത്തപ്പോൾ ബാക്കി വരുന്ന പന്നിയൊക്കെ ഒരു ഭയമുണ്ടായി. പിന്നെ അത് പഞ്ചായത്തിനെ അറിയിച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ പൈസ ചിലവാക്കി തന്നെ അതിനെ ഇവിടെ മറവുകയും ചെയ്യും. ഒരു തോക്ക് വെച്ച് ഇവിടെ നമ്മൾ ഉപയോഗിച്ച് 2-3 എണ്ണത്തിനെ കൊന്നതിന് ശേഷം പിന്നെ ശല്യം ക്രമേണ കുറയുകയും ഇപ്പോൾ തീരെ അല്ലാതിരിക്കുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് തോക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെതായ പ്രശ്നമുണ്ട്. പക്ഷേ നിലവിൽ ഇതുവരെയും പന്നി ഒരിടത്ത് കയറിയിട്ടുണ്ട്. ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് എന്നും ഒരിടത്ത് തന്നെ പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് മറ്റേ ഓലപ്പടക്ക് പൊട്ടിക്കാൻ പറയും. അപ്പോൾ ഈ വെടിവെച്ച് വെടിമരുന്നിൻ്റെ മണം അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ആ ഭയം കാണണം. വരാതില്ല, പിന്നെ കുറച്ച് നാളത്തേക്ക് വരില്ല. പക്ഷേ ഒരു 1-2 മാസം കഴിയുമ്പോൾ വീണ്ടും ആ ബാച്ച് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ വിഷമകരമായുള്ള അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് കൊല്ലേണ്ട അവസ്ഥ വന്നാൽ നമ്മൾ കൊല്ലും. കുട്ടികളും അമ്മമാരും കാട്ടുപന്നികളുടെ കുട്ടികളുമായിട്ട് പോകുന്ന ഒരു സീനുണ്ട്. ആ കൊച്ചു പന്നികളെ കണ്ടാൽ നമുക്ക് വെടിവെയ്യാൻ തോന്നില്ല. അണ്ണാൻകുഞ്ഞുങ്ങളെ പോലെ ഇരിക്കും, ഭയങ്കര ക്യൂട്ടാണ് കാണുന്നത്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഫയർ ചെയ്യുന്നത് തള്ളയായിരിക്കാം, ഈ അമ്മ പന്നിയായിരിക്കാം, അമ്മയും കുഞ്ഞുമായിരിക്കും. കുഞ്ഞുങ്ങളെ വിട്ടുപോകില്ല, അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും. അതൊരു ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. വീട്ടിൽ വന്നാലും അത് നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധം വരും. കുഞ്ഞുങ്ങളെ സർവൈവ് ചെയ്യില്ല. നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് അതിനെ തീർക്കുക എന്നുള്ളത്. അതൊരു വലിയ വിഷമമുള്ളൊരു കാര്യം. പിന്നെ ഒരു കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇച്ചിരി അപ്സെറ്റ് ആയിരിക്കും. പക്ഷേ മറ്റേ ഇവർ പറയുന്ന പോലെ അരച്ചാരെ പണി ചെയ്തേ പറ്റൂ.
കൊല്ലുന്നതല്ലേ, ഒരു ജീവൻ എടുക്കുന്നതാണ്. കൊന്നതിന് ശേഷം ഫോറസ്റ്റിനെ അറിയിച്ചുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിലും അതാത് ഏത് വാർഡിലാണോ ആ ജനപ്രതിനിധിയുടെ അറിവോടുകൂടിയും അതിനെ ഡിസ്പോസ് ചെയ്യുന്നു. രണ്ടായിരത്തി 20 ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരെയും 2022 ആയപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ് മുതലായവരെയും ഓതറൈസ് ചെയ്ത് ഈ ഉത്തരവ് നടപ്പാക്കിയതിലൂടെ അത് വളരെ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കർഷകർക്ക് ശല്യമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ എലിമിനേറ്റ് ചെയ്യുന്ന ഈ ഒരു സർക്കാർ ഉത്തരവ് ഫലപ്രദമായി ഉപയോഗിച്ചു എന്നത് കർഷകരുടെ ഭാഗത്തു നിന്നുള്ള പരാതികളുടെ എണ്ണത്തിലുണ്ടായ കുറവിൽ നിന്നും വ്യക്തമാണ്.